ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താണെന്ന് അറിയും ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കർഷക സ്ത്രീയായി മാറും. ഇപ്പം ഞാൻ ഇവിടേക്കാണെന്നോ ഇങ്ങനെ ഏങ്ങി വലിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചിയിൽ കുറച്ച് ഗ്രേപ്സിൻ്റെ ബഞ്ചസ് ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതിൻ്റെ സ്വാദ് എങ്ങനെയാണ് ഞാൻ പറയുക, എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും സ്വാദുള്ളൊരു സംഭവമാണ്. കാരണം പ്രത്യേകിച്ച് ഇത് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വാദൊന്നും പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. അത്രമാതിരിയുള്ള സ്വാദാണ് ഈ ഒരു ഗ്രേപ്സിന്. ഇത് ഇത്രയൊന്നും അല്ല കേട്ടോ, ഇതിനും കൂടുതൽ കിട്ടാറുണ്ട്. ഈ പ്രാവശ്യം കുറച്ച് കുറവാണ് ഈൽഡൊക്കെ. പിന്നെ അതേമാതിരി തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോവക്കായ ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഒരുപാടുണ്ടാവും. ഉണ്ടാവാൻ തുടങ്ങി നിറച്ചുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളിതൊക്കെ കുറച്ചൊക്കെ ഫ്രീസ് ചെയ്യും. പിന്നെ കുറച്ചൊക്കെ ഞാൻ വെയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട അന്ന് കാണിച്ചു തന്ന 2 മുട്ട, അത് പ്രാവും കുഞ്ഞുങ്ങളായിരുന്നു. അതിങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. നോക്ക്, മുട്ടിയിരുമി ഇങ്ങനെ കണ്ടോ, എന്ത് രസം ഈ കാലത്ത്. അവർക്ക് ഇങ്ങനെ അമ്മയാണോ അച്ഛനാണോ എന്നറിയില്ല, വന്ന് ചൂട് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് പോവും. അത് കഴിഞ്ഞ് അവരിങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും കുറേ നേരം. ഇടയ്ക്കിടയ്ക്ക് വരുന്നു തോന്നുന്നു അവരുടെ അച്ഛനും അമ്മയും ആരോ ഒരാൾ. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇത് ഇന്നലെ പറിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു ഈ മാമ്പഴം. പക്ഷേ വീണ് കിടക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെയും നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.